ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ബ്രൈഡ്സ് ഓഫ് ദ കിങ്സ് സീസൺ 1 എപ്പിസോഡ് 3 എല്ലാവർക്കും സ്വാഗതം. ഞാൻ സെയിന്റ് ജോസഫ്സ് ഫൊറോന ചർച്ച് പെരമ്പൂർ ഇടവകയിലെ അൽഫോൺസ ചാക്കോയാണ്. ഞാനാണ് ഇന്നത്തെ ഈശോയുടെ മണവാട്ടിയെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. എല്ലാ മഹത്തായ വിളികളും ആരംഭിക്കുന്നത് ഒരു ലളിതമായ സമ്മതത്തിലൂടെയാണ്. വിശുദ്ധ പത്രോസ് ഒരു സാധാരണ മീൻപിടുത്തക്കാരനായിരുന്നു. പക്ഷേ യേശു എന്നെ അനുഗമിക്കൂ എന്ന് പറഞ്ഞപ്പോൾ പത്രോസിന്റെ ജീവിതം എന്നേക്കുമായി മാറി മറിഞ്ഞു. തന്റെ പഴയ ജീവിതവും വലകളും സുരക്ഷിതത്വവും എല്ലാം ഉപേക്ഷിച്ച് പത്രോസ് ഈശോയെ പിന്തുടർന്നു. പലതവണ ഇടറി വീണെങ്കിലും സ്നേഹത്തോടെ തന്നെ പത്രോസ് തിരിച്ചു വന്നു. യേശുവിനെ പിന്തുടരുവാൻ പത്രോസ് കാണിച്ച സമ്മതം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം പൂർണ്ണതയുള്ളവരെ വിളിക്കുന്നില്ല, മറിച്ച് തന്റെ വിളിക്ക് ഉത്തരം നൽകുന്നവരെ പൂർണ്ണതയുള്ളവരാക്കുന്നു എന്നതാണ്. സോ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ് നമുക്ക് നോക്കാം. Here's a small intro video about today's bride. സോ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് സിസ്റ്റർ റെനസ് ആണ്. ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. സിസ്റ്ററിനെ പറ്റിയും സിസ്റ്ററിന്റെ കോൺഗ്രിഗേഷനെ പറ്റിയും ഒന്ന് പരിചയപ്പെടുത്തി തരാമോ? എന്റെ പേര് സിസ്റ്റർ രേണു CSC എന്നാണ്. ഞാൻ ദ കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റിയിലെ ഒരു അംഗമാണ്. ഇവിടെ അത്തിപ്പറ്റ് ചാരിറ്റി ഗവൺമെന്റ് മെമ്പറാണ് ഞാൻ. ഞങ്ങളുടെ ഇവിടുത്തെ ശുശ്രൂഷകൾ എഡ്യൂക്കേഷൻ, പാസ്റ്ററൽ വർക്ക്, ഫാമിലി പോസ്റ്റേറ്റ് എന്നിവയാണ്. ഞാൻ കേരളത്തിൽ തൃശൂർ ഡയസിസിൽ ചിറനല്ലൂർ എന്ന കൊച്ചു ഗ്രാമത്തിൽ ചൂണ്ടൽ ഫാമിലിയിൽ 1953 ആണ് ജനിച്ചത്. എനിക്കിപ്പോൾ ഒരു 73 ഏജ് ഉണ്ട്. ഞങ്ങൾ 5 മക്കളിൽ ഞാൻ 4ാമത്തെയാണ്. 3 എൽഡർ സിസ്റ്റേഴ്സ്, ഒരു യംഗർ ബ്രദർ എന്നിങ്ങനെയാണ്. 3ാമത്തെ സിസ്റ്റർ ഞാനായിരിക്കുന്ന കോൺഗ്രിഗേഷനിലെ സിസ്റ്ററാണ്. സിസ്റ്റർ ഫ്രാങ്കോ CSC എന്നാണ് സിസ്റ്ററിന്റെ പേര്. 2 എൽഡർ സിസ്റ്റേഴ്സും യംഗർ ബ്രദറും ഫാമിലി ലൈഫിൽ തന്നെയാണ്. സിസ്റ്റർ ഫ്രാങ്കോ CSC ഞാൻ ഒരുമിച്ചാണ് കോൺഗ്രിഗേഷനിൽ ചേർന്നത്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാണ്. രണ്ടുപേരും പരസ്പരം എല്ലാം ഷെയർ ചെയ്തിരുന്നു. ഞാൻ 10th കഴിയുന്നത് വരെ സിസ്റ്റർ വെയിറ്റ് ചെയ്തു. എന്റെ മാതാപിതാക്കൾ ദൈവത്താൽ വിളിക്കപ്പെട്ട് ഒരു 33-34 വർഷങ്ങളായി. 3 വർഷം മുമ്പ് ഞങ്ങൾ രണ്ടുപേരുടെ സന്യാസ സമർപ്പണ ജൂബിലി നന്ദിയോടെ ആഘോഷിച്ചു. അതായത് 50 years ഗോൾഡൻ ജൂബിലി എന്ന് പറയും. ചൂണ്ടൽ ഫാമിലിയിൽ നിന്ന് വൈദിക സമർപ്പിത ദേവൂലികൾ വേറെയുമുണ്ട്. 1974 ആയിരുന്നു എന്റെ റിലീജിയസ് പ്രൊഫഷൻ. അതിനുശേഷം പഞ്ചാബ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ സ്റ്റഡീസ് ആരംഭിച്ചു. 1983 ഗുജറാത്തിൽ വല്ലഭ് വിദ്യാനഗർ HM പട്ടേൽ യൂണിവേഴ്സിറ്റിയിൽ BA ചെയ്തു. അതിനുശേഷം ചെന്നൈ മദ്രാസ് യൂണിവേഴ്സിറ്റിയിൽ MA ചെയ്തു, ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ. ടീച്ചിങ് ആണ് എൻ്റെ പ്രൊഫഷൻ. ഉത്തരാഖണ്ഡിലെ ശ്രീനഗർ, UPയിലെ ബിജ്നോർ, പഞ്ചാബിലെ ജലന്ധർ, മഹാരാഷ്ട്രയിലെ ചന്ദ്രപൂർ, തെലങ്കാനയിൽ അതിലമത് എന്നീ സ്ഥലങ്ങളിൽ ഞാൻ സ്കൂളിൽ സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്, പ്രിൻസിപ്പളായി. ഇപ്പോൾ ഞാൻ ചെന്നൈയിൽ സെന്റ് മേരീസ് മെട്രിക് ഹയർ സെക്കൻഡറി സ്കൂൾ അത്തിപ്പറ്റിലെ കറസ്പോണ്ടന്റായി സേവനം അനുഷ്ഠിക്കുന്നു. വളരെ മനോഹരം സിസ്റ്റർ. സിസ്റ്ററിന്റെ കുടുംബത്തെ പറ്റിയും കോൺഗ്രിഗേഷനെ പറ്റിയും അറിയാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. ഇനി നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.
സിസ്റ്ററിന് ദൈവവിളി ലഭിച്ച നിമിഷത്തെ കുറിച്ചൊന്ന് പറഞ്ഞു തരാം. മാതാപിതാക്കൾ, സഹോദരിമാരും എന്നെ കുഞ്ഞുനാൾ തുടങ്ങി വിശ്വാസപരമായ കാര്യങ്ങളിലും ബൈബിൾ വായനകളിലും പ്രാർത്ഥനകളിലും പരിശീലനം നൽകിയിരുന്നു. ഈവനിങ് ഫാമിലി പ്രയറും മോർണിംഗ് പ്രയറും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ നടത്തിയിരുന്നു. മോർണിംഗ് പ്രയറിന് എന്നെ ഉണർത്തിയിരുന്നത് അമ്മയാണ്. പ്രയർ ലീഡ് ചെയ്തിരുന്നതും അമ്മ തന്നെയാണ്. ഈവനിങ് ഫാമിലി പ്രയറിന് ശേഷം എന്ന് മാതാവിന്റെ ഒരു പാട്ട് അപ്പോഴും ഞങ്ങൾ എല്ലാവരും പാടിയിരുന്നു. മേരി വിജയൻ എന്ന മന്ത്ലി മാഗസിൻ, വിശുദ്ധരുടെ ജീവിതചരിത്രം എന്നിവ ഞങ്ങളുടെ കുടുംബത്തിൽ വരുത്തുന്ന പതിവുണ്ടായിരുന്നു. അതുപോലെ തന്നെ സത്യദീപം. ഞങ്ങൾ പിന്നെ ഈവനിങ് പ്രയറിന് ഞങ്ങളുടെ വീട്ടിൽ 9 മണിക്കാണ് നടത്തുന്നത്. അതിന് മുൻപായിട്ട് 7 o'clock ആകുമ്പോൾ ഞങ്ങൾ കുട്ടികൾ, അത് ചേച്ചി, ഞാൻ, ഞങ്ങൾ ബ്രദർ, ഞങ്ങൾ 3 പേരും ആ സമയത്ത് ഫ്രീ ആയിരിക്കും. അപ്പോൾ അമ്മ അടുക്കളയിൽ ബിസി ആയിരിക്കും, അപ്പൻ പുറത്തു പോയി വന്നിട്ടുണ്ടായിരിക്കില്ല. ആ സമയത്ത് ഞങ്ങൾ 3 പേരും കൂടി ഒരു പ്രാർത്ഥനയുണ്ട്, കൊച്ചു പ്രാർത്ഥന. വീട്ടിലെ ആ സമയത്ത് നിൽക്കുമ്പോൾ പുകച്ച് മെഴുകുതിരി കത്തിച്ച് ചന്ദനത്തിലേക്ക് കത്തിച്ച് ഒരു പ്രാർത്ഥന അന്തരീക്ഷം ഉണ്ടാക്കി അവിടെ ഞങ്ങൾ 3 പേരും കൂടി ആഞ്ചലസ് പ്രാർത്ഥന തുടങ്ങി, ജപമാല ചൊല്ലി, പിന്നെ ബൈബിൾ പാസേജ് വായിച്ചു. പിന്നെ എല്ലാ പ്രേയേഴ്സും ഞങ്ങൾ പഠിച്ചിട്ടുള്ളതെല്ലാം 23 പ്രേയേഴ്സാണ് ഞങ്ങൾക്കറിയാൻ ആയിരുന്നത്. അത് എല്ലാം ഞങ്ങൾ ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ഞങ്ങൾ ഈവനിങ് പ്രേയർ എല്ലാവരും കൂടി ഉള്ളതിന് മുമ്പ് ഞങ്ങൾ ഒരു ചെറിയ പ്രാർത്ഥന നടത്തിയായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് പഠനം വളരെ ഓവർബർഡൻ ആയിരുന്നില്ല. ഞങ്ങൾ സാധാരണ പേരൻറ് സ്കൂളിൽ പഠിച്ചിരുന്നവരാണ്, മലയാളം മീഡിയം. അപ്പോൾ അന്ന് ഈവനിങ്ങിലെ പ്രാർത്ഥനയ്ക്ക് കൂടുതൽ സമയം ചെലവഴിക്കാനായിട്ട് കൂടുതൽ സൗകര്യമായിരുന്നു. പിന്നെ പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞ് വർഷം വരാൻ കഴിഞ്ഞ് ചെയ്തു പോകും. പിന്നെ ഞങ്ങളുടെ പള്ളി എരനെല്ലൂർ എന്ന സ്ഥലത്തായി. ഞങ്ങളുടെ സ്ഥലം ചെറുനെല്ലൂർ, അവിടെ 2 കിലോമീറ്റർ അകലെയാണ് എരനെല്ലൂർ പള്ളി. അവിടെയായിരുന്നില്ല ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോയിരുന്നില്ല. ദൂരമായതുകൊണ്ട് എറണാകുളത്ത് ക്ലാസ്സിൽ പോയ സമയം ഉണ്ടായിരുന്നു ക്ലാസ്സിൽ. അപ്പോൾ സൺഡേയും സാറ്റർഡേയും മറ്റു വിശേഷ ദിവസങ്ങളിലും പിന്നെ മാസാവധി വെള്ളിയാഴ്ചയും മാത്രമാണ് ഞങ്ങൾ പള്ളിയിൽ പോയിരുന്നത് രാവിലത്തെ കുർബാനയ്ക്ക്. സാറ്റർഡേ ഞങ്ങൾക്ക് സുഡാനിറ്റി എന്ന ഭക്തസംഘടനയിലെ അംഗമായിരുന്നതിനാൽ മാതാവിനായി രൂപീകരിച്ച് ഞങ്ങൾ നൊവേനയിൽ പങ്കെടുക്കാറ് കുർബാനയ്ക്ക് ശേഷം. അത് ഇങ്ങനെ പ്രാർത്ഥനകളും പ്രാർത്ഥനയും ഒക്കെ ആയിട്ട് ഒരു നൊവേനയായിരുന്നു. അതുകൊണ്ട് സംബന്ധിച്ചാണ് ശനിയാഴ്ച ഞങ്ങൾ തിരിച്ചു പോരാറ്. ശനിയാഴ്ച സ്കൂൾ അവധിയുമാണ്. അങ്ങനെ മാതാവിന്റെ പ്രത്യേക നൊവേന നടത്തിയിരുന്നു. മാതാവിന്റെ ഭക്തിയില് വളരാനായിട്ട് സഹായിക്കുന്നു. പിന്നെ സൺഡേസിലെ മോർണിംഗ് കുർബാനയ്ക്ക് പോയിരുന്നു. അത് കഴിഞ്ഞാൽ വീണ്ടും ആഫ്റ്റർനൂൺ 2 മണിക്ക് ഞങ്ങൾ പ്രാക്ടീസിനായിട്ട് കൊണ്ടുപോയിരുന്നു. ഞങ്ങൾ വളരെ താല്പര്യത്തോടുകൂടി ചിരിച്ചും കളിച്ചും ഓടിയും ഒക്കെയാണ് നടന്നു പോയിരുന്നത്. അതൊന്നും വ്യക്തിയിൽ പോകുന്ന ഒരു പതിവില്ലായിരുന്നു. അങ്ങനെയൊക്കെയാണ് പോയിരുന്നത്. പിന്നെ മെയ് മാസം മുതൽ പ്രസിദ്ധ മാസമുണ്ടല്ലോ. അപ്പോൾ എല്ലാവർക്കും ഞങ്ങൾക്ക് സമ്മർ ഹോളിഡേയ്സ് ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ആയിരുന്നു. അപ്പോൾ അലങ്കാരങ്ങളും പാട്ടും ഒക്കെ വീട്ടിൽ പ്രാർത്ഥനകൾ നടത്തിയിരുന്നു. മാതാവ് എന്ന് പറയുന്ന പാട്ട് സമാപന ദിവസങ്ങളിൽ അയൽവഴിയും ഞങ്ങൾ പോയി പ്രാർത്ഥിക്കുകയായിരുന്നു. അവർ ഞങ്ങളുടെ വീട്ടിൽ വരുമായിരുന്നു. അങ്ങനെ ഒരു നല്ല കുടുംബ കൂട്ടായ്മ അടുത്തുള്ള ഒരു 4-5 വീടുകളിൽ സംബന്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങളെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദൈവവിളിയിൽ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും വൈദികരും സ്വീകരണങ്ങളും കുടുംബ കൂട്ടായ്മകളും കാറ്റീസവും മറ്റു ഭക്തസംഘടനകളും എല്ലാം എൻ്റെ ദൈവവിളിയെ തിരിച്ചറിയാൻ സഹായിച്ചിട്ടുണ്ട്. ഇന്നത്തെ പോലെ കോൺവെന്റുകൾ എല്ലായിടങ്ങളിലും ഉണ്ടായിരുന്നില്ല. സിസ്റ്റേഴ്സിന്റെ പ്രോത്സാഹനങ്ങളും സഹായങ്ങളും ഒന്നും ലഭ്യമായിരുന്നില്ല. അതുപോലെ ദൈവവിളി ക്യാമ്പുകളോ
ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ കുടുംബ കൂട്ടായ്മകളും സംഘടനകളും വളരെ സജീവമായിരുന്നു. ഹൈസ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എനിക്ക് കോൺഗ്രസ് ചേർന്ന ഈശ്വരനുള്ള സ്നേഹത്തിൽ വളരണമെന്ന് ആഗ്രഹം ജനിച്ചത്. എന്നാൽ വിശുദ്ധ കൊച്ചുസേൻ ജീവിതത്തിൽ വായിക്കാനിടയായി. അത് എന്നെ വളരെ സ്വാധീനിച്ചിട്ടുണ്ട്. എൻ്റെ ഡിവൈൻ കോൾ ഐഡന്റിഫൈ ചെയ്യാൻ എന്ന് എനിക്ക് പറയാൻ സാധിക്കും. പിന്നീട് കോൺവെന്റിൽ ചേർന്ന ശേഷമാണ് വിശുദ്ധ കൊച്ചുസേൻ സന്യാസി സമുദ്ര മധ്യസ്ഥയാണ് എന്ന് ഞാൻ അറിയുന്നത്. ഞങ്ങളുടെ സ്വന്തം നാടായ ചെറുനല്ലൂർ എന്ന പ്രദേശത്തോട് കുറച്ച് അകലെയായിട്ട് കുന്നംകുളത്തിനടുത്ത് ചൊവ്വന്നൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമം ഉണ്ടായിരുന്നു. അവിടെ പാവപ്പെട്ട ആളുകൾ കുറെ പാർത്തിരുന്ന സ്ഥലമായിരുന്നത്. അവിടുത്തെ ജനങ്ങൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകളിൽ, അതായത് അനുഭവിച്ചിരുന്ന ബുദ്ധിമുട്ടുകൾ ഇതൊക്കെയാണ്. അവിടെ ജന്മിമാരും കുടിയന്മാരും തമ്മിലുള്ള ഉച്ചനീചിത്വങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ ജന്മിമാര് കൂടുതൽ സ്ഥലങ്ങൾ കൈവശപ്പെടുത്തുകയും കുടിയന്മാർക്ക് അത് ലഭിക്കാതെ വരികയും ചെയ്യുന്ന അസമത്വങ്ങൾ അവിടെ നിലനിന്നിരുന്നു. അപ്പൊ അതിനായിട്ട് ഒരു അച്ഛൻ, പേരാണ് അഗസ്റ്റിൻ നോക്കുന്ന അച്ഛൻ, അവിടുത്തെ ഇടവക വികാരിയായിരുന്നു ആകെ പള്ളിയിലെ. അദ്ദേഹം പ്രാർത്ഥനാനുഭവങ്ങളിൽ ഈശോയുമായിട്ടുള്ള സ്നേഹത്തിൽ വളർന്ന് അങ്ങനെ ഒരു ഈശ്വരനെ പോലെ ജീവിച്ചിരുന്ന ഒരു അച്ഛനായിരുന്നു കേട്ടിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം ആടിന് വേണ്ടി പ്രവർത്തിച്ചത്. അപ്പോൾ ദൈവത്തെ പ്രേരിതമായിട്ട് ചെയ്തതുകൊണ്ട് ആളുകളുടെ ജനസംഖ്യ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെയുള്ള അസമത്വങ്ങൾ പാവങ്ങളെ സഹായിച്ച് അത് പോലെ അവകാശപ്പെട്ടത് അവർക്ക് ലഭ്യമാകുന്ന വിധത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട് എന്ന് ഞാൻ ഈ മുതിർന്നവരിലൂടെ കേൾക്കാനിടയായി. ഇന്നത്തെ പോലെ ദൈവവിളി ക്യാമ്പുകളും പരിപാടികളും ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നാട്ടിലാണെങ്കിൽ ദൈവവിളി വളരെ കുറവായിരുന്നു. എങ്ങനെയാണ് മാതാപിതാക്കൾ പ്രതികരിക്കുന്നതിനും എനിക്ക് ആശങ്ക ഉണ്ടായിരുന്നു. അതാണ് ഈ അച്ഛൻ്റെ പ്രവർത്തനങ്ങൾ കേട്ടതും പിന്നെ ഈ കൊച്ചുദേശിയുടെ പുസ്തകം നവമാലിയും വായിക്കാനിടയായിരുന്നു വളരെ സ്പർശിച്ചിരുന്നു. അപ്പൊ ഇങ്ങനെ എങ്ങനെയാണ് ഇത് രഹസ്യമായി സൂക്ഷിച്ചു ഞാനും ചേച്ചിയും ഷെയർ ചെയ്തിരുന്നു. പക്ഷെ ഇത് എങ്ങനെ ആരോട് പറയുന്നു വലിയ രൂപമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അതൊന്നും അത്ര ദൈവങ്ങളെയും ഉണ്ടായിരുന്ന കാരണമല്ലാതിരുന്നു. പിന്നെ എങ്ങനെയാണ് മാതാപിതാക്കൾ അതിനെ പ്രതികരിക്കാമെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ട് സുഖമാണെന്ന് ഞങ്ങൾ അച്ഛനെ കണ്ട് ഇങ്ങനെ കാര്യങ്ങൾ അറിയുകയായിരുന്നു. അപ്പൊ ഈ അച്ഛനവിടെ പോകുന്ന സ്ഥലത്ത് ഒരു സ്ഥാപനം നടത്തിയിരുന്നു. അദ്ദേഹത്തിന് ഓൾറെഡി അതിൽ ഞങ്ങളുടെ ഈ ഫൗണ്ടേഷൻ സിസ്റ്റേഴ്സ് വർക്ക് ചെയ്തിരുന്നു. ഇതൊന്നും ഞങ്ങൾക്കറിയില്ലായിരുന്നു. അപ്പൊ അച്ഛൻ വിശദമായിട്ട് അപ്പൻ്റെ ലെറ്റർ എഴുതിയിട്ടാണ് അവിടേക്ക് ചെല്ലുള്ള കാര്യം അറിയിച്ചത്. അങ്ങനെയാണ് അതെന്റെ അറിയുന്നത്. അങ്ങനെ ചില സ്ഥലത്തേക്ക് ഞങ്ങൾ പോയപ്പോൾ അവിടെ സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർ ഈ കോൺഗ്രിഗേഷൻ ഈ അഗസ്റ്റിൻ അച്ഛൻ തുടങ്ങി വെച്ച കോൺഗ്രിഗേഷന്റെ ആനന്ദമാണ്. അപ്പൊ അവരെ കുറിച്ചൊക്കെ പറയുന്നത് കോൺഗ്രിഗേഷൻ നിർദ്ദേശിച്ചാണ്. അങ്ങനെയാണ് ഈ കോൺഗ്രിഗേഷൻ ചേരാൻ ഇടയായത്. ഇത് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആണ് സിസ്റ്റർ. അപ്പോൾ ദൈവളി എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെയാണല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഈ സമർപ്പിത ജീവിതത്തിലേക്ക് കടക്കാൻ സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ പ്രചോദനമായ വ്യക്തി ആരാണ്? അല്ലെങ്കിൽ സിസ്റ്ററിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി ആരാണ്? പ്രൈമറി ക്ലാസ്സുകളിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ, പ്രത്യേകിച്ച് ആദ്യ കുർബാന സ്വീകരണ ക്ലാസ്സുകളിൽ കുറച്ചുകൂടി ഈശ്വര സ്നേഹത്തെക്കുറിച്ചും ഈശോയുടെ സ്നേഹം മറ്റുള്ളവരിലൂടെ എങ്ങനെ അനുഭവിക്കുന്നുവെന്നും ആ ഈശോ തന്നെയാണ് ഇതിലേക്ക് വരുന്നതെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചത് ഒരു നല്ല അനുഭവമായിരുന്നു. ഈശോയെ ആദ്യമായി സ്വീകരിച്ചപ്പോഴും അതിനൊരുക്കമായി കുമ്പസാരം വഴി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അത് ഈശോ ക്ഷമിച്ചു എന്നും ഒക്കെ അതുവഴിയായിട്ട് ഈശോയെയും മറ്റുള്ളവരെയും സ്നേഹിക്കാൻ കൂടുതൽ കൃപ ലഭിച്ചെന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞത് ഈ കൂദാശകളിലൂടെയാണ്. സൈനികരൻ കൂദാശയിൽ പരിശുദ്ധാത്മാവ് സ്വീകരിച്ചപ്പോൾ അന്നത്തെ ആ കൊച്ചു മനസ്സ് ദൈവിക കാര്യങ്ങളിലേക്ക് കൂടി തുറക്കാൻ തുടങ്ങി. തുടർന്നുള്ള കാറ്റഗിസം ക്ലാസ്സുകളിൽ തിരുസഭയെക്കുറിച്ചും ബൈബിൾ ഭാഗങ്ങളെക്കുറിച്ചും ഒക്കെ ഈശോ എനിക്ക് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തത്, എനിക്ക് വേണ്ടി ഈശോ എങ്ങനെയൊക്കെയാണ് സഹിച്ചത് എന്നുള്ള കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിഞ്ഞു.
ഹൈസ്കൂൾ പഠനകാലത്താണ് വിശുദ്ധന്റെ പുസ്തക വായന ആരംഭിച്ചത്. എന്നാലേ വിശുദ്ധ പത്രോസ്യയുടെ ജീവിതത്തിൽ വായിക്കാനിടയായി. പ്രായമാകുന്നതിന് മുൻപേ കോൺവെന്റ് ജീവിതം ആരംഭിച്ച് യേശുവിന് പ്രിയപ്പെട്ട മകളായി ജീവിച്ച് വളരെ ചെറുപ്പത്തിൽ തന്നെ രോഗബാധിതയായി മരിച്ച ഒരു വിശുദ്ധിയാണ്. എല്ലാ അനുഭവങ്ങളും, കൊച്ചു കൊച്ചു കാര്യങ്ങളും, എല്ലാ വേദനകളും സന്തോഷങ്ങളും എല്ലാം ഈശോയ്ക്ക് സമർപ്പിക്കുന്ന ഒരു രീതി വിശുദ്ധിക്കുണ്ടായിരുന്നു. അത് എങ്ങനെയാണ് പറയുന്നത്, ഞാൻ ഈശോയുടെ പന്താണ്, ഈശോയ്ക്ക് എന്നെ എറിയുകയോ തട്ടുകയോ കളിക്കുകയോ എന്തൊക്കെ വേണമെങ്കിലും ചെയ്യാം എന്ന ഒരു മനസ്ഥിതി ഈശോയിൽ നിന്നും ഉള്ള സ്വാതന്ത്ര്യത്തിൽ വിശുദ്ധ പറയുമായിരുന്നു. അതിന് കുറുക്കുവഴി എന്നാണ്, ഈശോയെ സ്നേഹിക്കൽ കുറുക്കുവഴി എന്നാണ് വിശുദ്ധ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ശരിക്കും എനിക്കും വേണമെങ്കിൽ അനുകരിക്കാം എന്നുള്ള ഒരു ചെറിയ എനിക്കും അനുഭവപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ കോൺവെന്റ് ജീവിതത്തെക്കുറിച്ച് അതിലൂടെ അല്പം കാര്യങ്ങൾ അറിയാൻ സാധിച്ചു. പിന്നെ ഓക്കനസിനെ കുറിച്ച് ഒന്നാളിൽ തന്നെയാണ് കേൾക്കാനും അറിയാനും ഇടയായത്. യേശുവുമായി ഒന്നിച്ചേർന്ന ജീവിതങ്ങളായിരുന്നു ഇവരുടെ ജീവിതങ്ങളെല്ലാം തന്നെ എന്നെ പ്രചോദിപ്പിച്ചതായിട്ടാണ് എനിക്ക് ബോധ്യമാകുന്നത്. പിന്നെ എനിക്ക് കുറേ നല്ല ചിന്തകൾ വരാൻ തുടങ്ങി. വളരെ വ്യക്തം അല്ലെങ്കിലും ഞാൻ അതിൽ ആയിരിക്കാൻ ആഗ്രഹിച്ചു. അപ്പോൾ കോൺവെന്റിൽ ചേർന്ന് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുമോ, എന്താണ് വഴി, എന്തെങ്കിലുമുള്ള ചിന്തകളും ഉണ്ടായി. ഇങ്ങനെയുള്ള ചിന്തകൾ എന്നിൽ ശക്തിപ്പെട്ടപ്പോൾ മാത്രമാണ് ഞാൻ അതിനായി വഴികൾ ഈശോയോട് പ്രാർത്ഥിച്ചത്. എന്നെ നിർത്തിയ എല്ലാ ആത്മീയാനുഭവങ്ങളും എനിക്ക് തുണയായി. എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് യേശു തന്നെയാണ്. ഇന്നും ഈ ദൈവങ്ങളെ വിശ്വസ്തയോടെ ആയിരിക്കാൻ യേശു എന്നെ കൈപ്പിടിച്ച് നടത്തുന്ന അനുഭവം എനിക്കുണ്ട്. പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും കുഞ്ഞുനാൾ തുടങ്ങി തന്നെ വളർന്നുകൊണ്ട് അമ്മയും വിശുദ്ധ പത്രോസ്യായും ധന്യൻ അഗസ്റ്റിൻ ജോൺ ഓക്കനസിനും എനിക്ക് വേണ്ടി എൻ്റെ ദൈവം രൂപപ്പെടുത്തുന്നതിൽ മാധ്യസ്ഥം വഹിച്ചിട്ടുള്ളത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു സിസ്റ്റർ. ഇനി നമുക്ക് മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. സിസ്റ്റർ ഇപ്പോഴത്തെ സിസ്റ്ററിന്റെ സമർപ്പിത ജീവിതം എങ്ങനെയാണ് എൻജോയ് ചെയ്യുന്നത്? പിന്നെ ഇപ്പോഴത്തെ യുവതലമുറയ്ക്ക് സിസ്റ്റർ നൽകാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദേശമോ ഉപദേശമോ എന്താണ്? റീത്തില് 2-3 നിങ്ങൾക്ക് അറിയാമല്ലോ, ലാറ്റിൻ റീത്ത്, സീറോ മലബാർ റീത്ത്, മലങ്കര റീത്ത്. അപ്പോൾ അതിനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളേ ഉള്ളൂ. എന്താണ് ലിറ്ററജിക്കൽ ഡിഫറൻസ്, പിന്നെ എന്താണ് തിയോളജി, അങ്ങനെ കുറച്ച് കാര്യങ്ങളിലെ ഡിഫറൻസ് ഉള്ളൂ. നമ്മളെല്ലാവരും കാത്തലിക് ചർച്ചകളിൽപ്പെട്ടവരാണ്. അപ്പം പിന്നെ പൊന്തിഫിക്കൽ പദവി എന്ന് പറയുന്നത് ഇത് ഹോളി സീ പരിശുദ്ധപിതാവ് അംഗീകരിച്ചിരിക്കുന്ന നിയമങ്ങളെയും കോൺഗ്രിഗേഷനുമാണിത്. അപ്പം അതാണ് കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി എന്ന് പറയുന്നത്. CSC അതിൻ്റെ ഷോർട്ട് ഫോമാണ്. 1944 വെനറബിൾ ഫാദർ അഗസ്റ്റിൻ ജോൺ ഓക്കനച്ചൻ CSCക്ക് രൂപം കൊടുത്തത്. തൃശ്ശൂർ അതിരൂപതയിലെ ഒരു വൈദികനായിരുന്നു അദ്ദേഹം. ക്രൂശിതനായ ഈശോയുമായി അനുദിനം അനുഭവപ്പെടുകയും വിനീത ശുശ്രൂഷകളിലെ അവിടുത്തെ കരുണാമൃത സ്നേഹത്തിന് സാക്ഷികളായി ആ സ്നേഹം സാധുജനങ്ങൾക്ക് പങ്കുവെച്ച് അവരുടെ സമഗ്ര വിമോചനം സാധ്യമാക്കുക എന്നാണ് കോൺഗ്രിഗേഷന്റെ കാരിസം എന്ന് പറയുന്നത്. അതാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ. കോൺഗ്രിഗേഷന്റെ കാരിസമാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ. അതായത് പ്രാർത്ഥനയും പ്രവർത്തനവും സമന്വയിപ്പിച്ച് ഈശോയുടെ കരുണാമൃത സ്നേഹം സാധുജനങ്ങൾക്ക്, പാവപ്പെട്ടവർക്ക് പങ്കുവെച്ച് അത് സമഗ്രമായി വിമോചിക്കുക എന്നതാണ്. ഞങ്ങളുടെ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയിലൂടെയും അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മിനിസ്ട്രിയിലൂടെയും സോഷ്യൽ മിനിസ്ട്രിയിലൂടെയും ഒക്കെ ഞങ്ങൾ വന്നുകൊടുക്കുന്നത് ഈ സ്റ്റൈലാണ്. അതായത് പാവപ്പെട്ടവർക്കാണ് ഞങ്ങളുടെ എല്ലാ ശുശ്രൂഷയും കൂടുതലുമായി ലഭ്യമാകുന്നത്. ഏത് ഏരിയയിലാണെങ്കിൽ അതിനനുസരിച്ച് ഞങ്ങൾ പാവപ്പെട്ടവർക്ക് മുൻഗണന കൊടുക്കുന്നു. അതായത് പ്രാർത്ഥനയും പ്രവർത്തനവും സംയോജിപ്പിച്ച് ഇതെല്ലാം ഈശോയുമായിട്ടുള്ള നിരന്തരമായ സമ്പർക്കവും സ്നേഹവും ഒന്നിച്ചാലും ആവശ്യമെന്ന് വ്യക്തമാണ്. പിന്നെ എൻ്റെ അമ്മയായി തിരുസഭയെ കണ്ടിൽ ഞാൻ സ്നേഹമാണെന്ന് തിരിച്ചറിഞ്ഞ വിശുദ്ധ പത്രോസ്യാണ് CSCയുടെ സ്വർഗീയ മധ്യസ്ഥ. അതുകൊണ്ട് ഞങ്ങൾ എടുത്തിരിക്കുന്ന ഞങ്ങളുടെ സഭയുടെ മുഖ്യമന്ത്രിയാണ് സ്നേഹം, ശുശ്രൂഷ, ത്യാഗം. വിശുദ്ധ പത്രോസ്യയെ കുറിച്ച് ഞാൻ നിങ്ങളോട് മുൻപ് സംസാരിച്ചു കഴിഞ്ഞല്ലോ, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. എന്തായാലും വിശുദ്ധ പത്രോസ്യ
കുഞ്ഞാലിൽ മഠത്തിൽ ചേർന്ന് കോൺവെന്റിൽ ചേർന്നു, രോഗിയായി ചെറിയ വയസ്സിൽ തന്നെ മരിച്ചു. പക്ഷെ ആ വിശുദ്ധയുടെ എല്ലാ ജീവിത സാഹചര്യങ്ങളും സഹനങ്ങളും എല്ലാം സഹനം വളരെ വലിയ സഹനമായിരുന്നു. വിശുദ്ധ അനുഭവിക്കുന്നത്. പക്ഷെ അതെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് അത് വൈദികരുടെ പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടിയാണ് അതിനെ കാഴ്ചവെച്ചിരുന്നത്. അങ്ങനെ ഒരു ഹെൻറി ഫ്രൻസീനി എന്ന് പറയുന്ന ഒരു പാപിയുടെ മാനസാന്തരവും വിശുദ്ധ മരിക്കുന്നതിന് മുമ്പേ വിശുദ്ധയുടെ മാനസികമായി സംഭവിച്ചു എന്നത് തെളിവുള്ള കാര്യമാണ്. അപ്പം അങ്ങനെ ഒരു മിഷണറിയായിട്ട് ബെഡ്ഡനായിരുന്നെങ്കിലും മിഷണറിയായിട്ട് ജീവിക്കാം, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥനയോടെ സാക്ഷ്യം വഹിക്കാൻ സാധിച്ച ഒരു വിശുദ്ധിയാണ് വ്യത്യാസം. ആ വിശുദ്ധിയാണ് ഞങ്ങളുടെ ഹെവൻലി പേട്രൺ. ക്രിസ്ത്യൻ ഫാമിലിയിൽ എനിക്ക് ജന്മം ലഭിക്കാനും ക്രിസ്തീയ വിശ്വാസത്തിൽ വളരുവാനും ഭാഗ്യം ലഭിച്ചത് ദൈവത്തിൻ്റെ വലിയ ഒരു ദാനമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എൻ്റെ അയോഗ്യതയിൽ പരിഗണിക്കാതെ എന്നെ ദൈവം സമർപ്പിത ജീവിതത്തിലേക്ക് വിളിച്ചതും ഒരു വലിയ മഹാദാനമായി ഞാൻ കരുതുന്നു. അവിടുന്ന് അങ്ങോട്ട് എൻ്റെ ജീവിതം അനുഗ്രഹ വർഷങ്ങളുടെ വലിയ കാലങ്ങളാണ്. ഓരോന്നും എടുത്തു പറയുക ശ്രമകരമാണ്. എൻ്റെ പ്രൊഫഷൻ്റെ 50-ാം വർഷം ആഘോഷിച്ചപ്പോഴും വളരെയധികം നന്ദി പറയാൻ കടപ്പെട്ടിരുന്നു. അത് ഒന്നുകൂടി റീതിങ്ക് ചെയ്യാനും നന്ദി പ്രകാശിപ്പിക്കാനും സാധിച്ചു. ഇനിയുള്ള ജീവിതം അതിനേക്കാൾ നന്ദി നിറഞ്ഞവയാണ് എന്നുള്ള ബോധ്യവും ലഭിച്ചു. ഇന്നത്തെ ഈ നിലയിലാണ് ഞാനായിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയുടെയും ദാനങ്ങളുടെയും വലിയ അടയാളമായിട്ടാണ്. 2 പ്രാവശ്യം ദൈവം എന്നെ മരണകരമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഒന്ന് ഒരു ബസ് ആക്സിഡൻ്റാണ്. അതിലും വളരെ ക്രിട്ടിക്കൽ കണ്ടീഷനായിരുന്നു. എങ്കിലും അതിൽ നിന്ന് അത്ഭുതമായി രക്ഷപ്പെട്ടു. അതിലേക്ക് കുറച്ച് പ്രശ്നങ്ങൾ ഇപ്പോഴും എൻ്റെ ശരീരത്തിലുണ്ട്. ആ അവസ്ഥയിൽ നിന്ന് ഞാൻ വിശ്വസിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ ഒന്ന് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ ഒരു സർജറിയാണ്. ആ സർജറിയിലും സർജറി സക്സസ് ആയിരുന്നെങ്കിലും ശേഷമുള്ള കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും മരണകരമായ അവസ്ഥയിൽ തന്നെയാണ് ഞാൻ രക്ഷിക്കുക. അപ്പോൾ ഇതൊക്കെ വലിയ ബ്ലെസ്സിങ്സ്, ഒരുപാട് ബ്ലെസ്സിങ്സ് ഞാൻ അനുഭവിച്ച വ്യക്തിയാണ് നിങ്ങളോട് ഉപയോഗിക്കുന്നത്. ഞാനൊരു CSC സിസ്റ്ററാണെന്ന് ഞാൻ ആരംഭത്തിലെ നിങ്ങളോട് പറഞ്ഞിരുന്നത് നിങ്ങൾ ഓർക്കുന്നതായിരിക്കുമല്ലോ. വിശുദ്ധ തോമസ് ലീഹയുടെ അപ്പസ്തോല പൈതൃകം കൈമുതലായുള്ള സീറോ മലബാർ റീത്തിൽപ്പെട്ട പൊന്റിഫിക്കൽ പദവിയുള്ള ഒരു കോൺഗ്രിഗേഷനാണ് ദ കോൺഗ്രിഗേഷൻ ഓഫ് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി. ഇതൊക്കെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈൽ. പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവരാണ്. ദൈവം ഓരോരുത്തരെയും ഒരു പ്രത്യേക ദൗത്യത്തിനായി വിളിക്കുന്നു. ചിലരെ നല്ല മാതാപിതാക്കളാകാൻ, ചിലരെ ഡോക്ടർമാരും സന്യാസികളുമായി ദൈവത്തെ പൂർണ്ണമായി പിന്തുടരാൻ ഒക്കെയാണ് വിളിക്കുന്നത്. ദൈവവിളി കേൾക്കാൻ ദിവസവും പ്രാർത്ഥിക്കണം കേട്ടോ. വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം, ദൈവവചനം വായിക്കണം, നല്ല പ്രവൃത്തികൾ ചെയ്യണം. ഇതൊക്കെ ഈശോയോടുള്ള സ്നേഹത്തോടുകൂടി ചെയ്യണം കേട്ടോ. ദൈവം വിളിക്കുമ്പോൾ ഭയപ്പെടാതെ സന്തോഷത്തോടെ അതേ കർത്താവെ, അങ്ങയുടെ ഹിതം നിറവേറ്റാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കുന്ന വിധത്തിൽ നാം ഈശോയുമായി സ്നേഹത്തിൽ ബന്ധപ്പെട്ടിരിക്കണം കേട്ടോ. ഓർക്കുക, ദൈവത്തിൻ്റെ വിളി ഏറ്റവും വലിയ അനുഗ്രഹമാണ്. ആ വിളിക്ക് സന്തോഷത്തോടെ മറുപടി നൽകുന്നവരെ ദൈവം എന്നും അനുഗ്രഹിക്കും കേട്ടോ. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. Thank you so much, sister, for your valuable time. I hope you all are inspired and motivated by dear sister's message. അപ്പോൾ നമുക്ക് ഈ പരിപാടി പ്രാർത്ഥനയോടെ തന്നെ സമാപിക്കാം. I now invite Lania from prepare for the prayer. എത്രയും ദയുള്ള മാതാവേ, എന്റെ അമ്മേ, നിന്റെ സങ്കേതത്തെ ഞങ്ങൾ ഉയർന്ന് നിന്റെ സഹായം വേണ്ടി നിന്റെ മധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെയെങ്കിലും നീ ഉപേക്ഷിച്ചതായി ലോകത്തിൽ കേൾക്കപ്പെട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ മറിയമേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തെ ഞങ്ങൾ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്പാദങ്ങളിൽ അണയുന്നു. നെടുവേൽപ്പെട്ട കണ്ണീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിക്യത്തെ കാത്തുകൊണ്ട് നിന്റെ തിരുസന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിൽ മാതാവേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ.
വളരെ മനോഹരമായ പ്രാർത്ഥനയ്ക്ക് നന്ദി. ഇന്നത്തെ പരിപാടി എല്ലാവരും ആസ്വദിച്ചു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ബ്രൈഡ്സ് ഓഫ് ദ കിങ്ങിന്റെ അടുത്തൊരു മനോഹരമായ എപ്പിസോഡുമായി നമുക്ക് നാളെ തന്നെ കണ്ടുമുട്ടാം. Till then, it's Alfonso signing off. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.